എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നാമി അവളാണെങ്കില് അസിസ്റ്റന്റ് വില്ലത്തിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവളുടെ ഓപ്പണന്റ് ആ മുടിയൻ അവൻ അവിടേക്ക് വരിക. ചോപ്പർ പറയും, നീ ധൈര്യമായിട്ട് അവളുടെ അടുത്തേക്ക് പോയിക്കോ, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് നാമി അവള് ഫുൾ പവറായി ഇപ്പോ ആ അസിസ്റ്റന്റ് പെണ്ണിന്റെ നേരെ അങ്ങനെ ഓടുകയാണ്. അത് കണ്ട ആ മുടിയൻ അവളുടെ പിന്നാലെ ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ ചോപ്പർ അവനവന്റെ ബോഡി അത് ജയന്റ് ആക്കി മാറ്റി അങ്ങനെ കറങ്ങി ഒരൊറ്റ അടി കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ലൂഫി അവൻ ഒരു വിധത്തില് ആ കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ കരയിലേക്ക് വലിച്ചിട്ടു. അവള് വണ്ടർ അടിച്ച് അവനോട് ചോദിക്കും, യു ആർ അൺബിലീവബിൾ, നീ അത് കണ്ടില്ലേ? വലിയ രണ്ട് ചുഴിയാണ്, അതിന്റെ ഇടയിലൂടെ നിന്നോടാരാ ബോട്ടിലൂടെ പോവാൻ പറഞ്ഞേ? അതിനവൻ ഒത്തിരി വിഷമത്തില് അവളോട് പറയും, റോബിനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ല. അവൻ വീണ്ടും ഞെട്ടി എഴുന്നേറ്റ് മുൻപിലും പുറകിലും ചുറ്റും അങ്ങനെ എല്ലായിടത്തേക്കും നോക്കാൻ തുടങ്ങും. അതിനുശേഷം കൈയൊക്കെ നീട്ടി ഒരു പീരങ്കിയിൽ പിടിച്ച് അവൻ പറന്നു പോവാൻ റെഡിയാവും. അതിനവള് പറയും, നീ എന്റെ അപ്പനും അമ്മയെ കഴിഞ്ഞ് മോശമാണല്ലോടാ, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും കേൾക്ക്. ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് പോകാനുള്ള വഴി അത് ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ചു, ഞങ്ങളുടെ കൂടെ വാ, ആ വഴി ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം. അത് കേട്ട് ലൂഫി അവൻ ഷോക്കാവും. പക്ഷെ എന്താ, അവൻ ഓൾറെഡി ആ പീരങ്കിയിൽ പിടിച്ച് വലിച്ചത് കൊണ്ട് തന്നെ അവനിപ്പോ തെറിച്ചു പോയി ആ കടലിലേക്ക് അടിച്ചു വീഴും. കുഞ്ഞിപ്പെണ്ണാണെങ്കില് ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് ആ അണ്ടർ വാട്ടർ പാസേജിലേക്ക് കൊണ്ടുപോകും. അവള് പറയും, ഇതാണ് ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് പോകുന്ന ആ ഒരു അണ്ടർ വാട്ടർ പാസേജ്, ഇതിലൂടെ അല്ലാതെ വേറൊരു വഴിയിലൂടെയും അവിടേക്ക് പോകാൻ കഴിയില്ല. ലൂഫിക്കാണെങ്കില് അത്ഭുതാവും, ഇത്രയും ചെറിയൊരു പെൺകുട്ടി ഇത്രയും വലിയൊരു കാര്യം എങ്ങനെ കണ്ടുപിടിച്ചു? ഇവളുടെ ഉള്ളിലും എന്തൊക്കെയോ ചില പവർ ഉണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ അവളെയും അവളുടെ പെറ്റിനെയും തൂക്കിയെടുത്ത് സ്റ്റെയർ വഴി 100-110 ഓടുകയാണ്. അപ്പ കുഞ്ഞിപ്പെണ്ണ് ലൂച്ചിയും ഏജന്റ് വില്ലനും അവര് പരസ്പരം സംസാരിച്ച കാര്യങ്ങള് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ലൂഫിയോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അവള് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ലൂഫിക്ക് പിടികിട്ടും അവര് 3 പേരാണ് അതുവഴി പോയതെന്ന്. അവരല്പ ദൂരം കൂടെ മുൻപോട്ടേക്ക് പോകുമ്പോ ആ ഒരു വലിയ ഡോറ് കാണും. ലൂഫി ആണെങ്കില് അതിലൊന്ന് തള്ളിയും ചവിട്ടിയും ഒക്കെ നോക്കും. പക്ഷെ ആ ഒരു ഡോറ് അത് ഫുൾ പവറിൽ നിൽക്കുകയാണ്. ലൂഫി ചോദിക്കും, അവരെങ്ങനെയാണ് ഇത് തുറന്നത്? അതിനവള് പറയും, അതിലൊരുത്തൻ ഈ ഒരു കീ ഹോളില് കീയിട്ട് തിരിച്ചു. ഉടനെ ഡോർ ഓപ്പൺ ആയി ഇതുവഴി അവര് താഴേക്ക് പോയി. നമ്മുടെ ചെക്കന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ കീ ഇല്ല. ഉടനെ ലൂഫി അവൻ ആ കുഞ്ഞിപ്പെണ്ണിനോടും പെറ്റിനോടും മാറി നിൽക്കാൻ പറയും. എന്നിട്ട് അവന്റെ പവർ അത് 3rd ഗിയറിലേക്ക് ഇട്ട് അവൻ വിരൽ കടിച്ച് പുറകോട്ടാഞ്ഞ് ആ ഒരു ഡോറിന് ഒരൊറ്റ ചവിട്ട്. ലൂഫിയുടെ ചവിട്ടിന്റെ പവറില് കക്കു തകർത്തു വെച്ച ആ ഒരു ബിൽഡിങ്ങിന്റെ ഭാഗം അതിപ്പോ പതിയെ താഴേക്ക് വീഴാൻ തുടങ്ങും. ഇവിടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ആ ഗേറ്റ് കണ്ട് ഷോക്കാവും. കാരണം ആ ഒരു ഗേറ്റ് അത് ലൂഫി ചവിട്ടി പൊളിച്ച് തവിട് പൊടിയാക്കി. അവള് താഴേക്ക് നോക്കും. ലൂഫി ഇപ്പോ ഒരുപാട് ചെറുതായിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ലൂഫി ഇപ്പോ അവന്റെ 3rd ഗിയറിലാണ് അത്രയും വലിയ പഞ്ച് വെച്ചത്. സോ ഒരുപാട് പവർ ഒറ്റയടിക്ക് റിലീസായി അവനിപ്പോ ആ രൂപത്തിലായി മാറി. ഉടനെ കുഞ്ഞിപ്പെണ്ണും അവളുടെ പെറ്റും അവര് പറയും, ഓക്കെ, ഞങ്ങളുടെ ജോലി അതിവിടെ കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് അവർ തിരികെ പോവും. അപ്പൊ അതേസമയം ആ ലൂച്ചിയും ഏജന്റ് വില്ലനും അവർ 2 പേരും ഇപ്പൊ കറക്റ്റായി എന്തോ ഒരു വലിയ ശബ്ദം കേൾക്കും. ഏജന്റ് വില്ലൻ ചോദിക്കും, അതെന്താണ്? അതിന് ലൂച്ചി പറയും, ഏതോ ഒരു പൈററ്റ് ആ ഗേറ്റ് തകർക്കാൻ ശ്രമിക്കുന്ന ശബ്ദമാണത്. ഏജന്റ് വില്ലൻ ഷോക്കായിട്ട്, അതൊരു അയൺ ഡോറാണ്, അത് തകർക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല, മാത്രമല്ല അവരെങ്ങനെ ഈ ഡോർ കണ്ടുപിടിച്ചു? അപ്പോഴായിരിക്കും ലൂച്ചി പറയുക, ഒരു കുഞ്ഞിപ്പെണ്ണും അതിന്റെ പെറ്റും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ അവരായിരിക്കും ആ ഡോർ കാണിച്ചു കൊടുത്തത്. ഏജന്റ് വില്ലൻ ഷോക്കായി അവനോട് ചോദിക്കും, അവരെ കണ്ടിട്ടും നീ എന്തിനാ അവരെ വെറുതെ വിട്ടെ? അതിനെ ലൂച്ചി കാഷ്വലായിട്ട് പറയും, അവരെ കൊല്ലാൻ നിങ്ങൾ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ ഏജന്റ് വില്ലൻ ആണെങ്കിൽ ചത്താ മതിയെന്നാവും. ഏജന്റ് വില്ലൻ വീണ്ടും ലൂച്ചിയോട് പറയും, എന്നെ ആരെങ്കിലും തകർക്കാനോ അടിക്കാനോ കൊല്ലാനോ ശ്രമിച്ചാൽ അവരെ വെറുതെ വിടാൻ പാടില്ല. എന്നെ അടിക്കുന്നതും കൊല്ലുന്നതും ഗവൺമെന്റിനെ എതിർക്കുന്നതിന് തുല്യമാണ്. സോ ഒരു കാരണവശാലും നീ അതിന് അനുവദിച്ചു കൊടുക്കരുത്. അതിനുശേഷം വീണ്ടും അവൻ റോബിനെ ആഞ്ഞടിച്ച് പിടിച്ചു വലിച്ച് മുൻപോട്ട് കൊണ്ടുപോകും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഓടിക്കൊണ്ടേയിരിക്കും. പതിയെ പതിയെ അവന്റെ സൈസ് വലുതായി പഴയതുപോലായി മാറും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നാമി അവളാണെങ്കിൽ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരും. താഴെ സാഞ്ചിയുടെ കിടപ്പൊക്കെ കാണുമ്പോ അവൾക്കിപ്പോ അവനോട് കുറച്ച് അനുകമ്പയും തോന്നും. അവൾ ആ ഡോർ തുറന്ന്
ആ അസിസ്റ്റന്റ് പെണ്ണിന്റെ അടുത്തേക്ക് പോവും. പക്ഷെ അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി കുളിച്ചോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ നമ്മുടെ ഫ്രാങ്കിക്ക് അവൻ ഇതുവരെ കോളയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫ്രാങ്കിക്കാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോഴായിരിക്കും അവൻ മുകളിലായിട്ട് ആ സിബം വില്ലനെ കാണാം. ഓൾറെഡി ഫ്രാങ്കിക്ക് കലി കേറിയിരിക്കുകയാണ്. അവൻ ആ സിബം വില്ലനെ പിടിച്ചു വലിച്ച് അറഞ്ചം പൊറഞ്ചം അവനെ ആഞ്ഞെട്ടിച്ച് തെറിപ്പിച്ചു കളയും. ഫ്രാങ്കിക്കാണെങ്കിൽ അവന്റെ 3 ബോട്ടിൽ കോളയും ഇനി ഫില്ല് ചെയ്യണം. അവന്റെ ബോഡിയിൽ ഇപ്പോ ഒട്ടും എനർജി ഇല്ല. അവൻ ചുറ്റും നോക്കും അവിടെ എവിടെയെങ്കിലും കിച്ചൺ കാണുന്നുണ്ടോ എന്ന്. പക്ഷേ അവന് കാണാനായിട്ട് കഴിയില്ല. മുൻപോട്ട് പോവാന്ന് പറഞ്ഞ് അവൻ മുൻപോട്ട് നടക്കും. അപ്പോഴാണെങ്കിൽ ആ സിബ് വില്ലൻ അവന്റെ ബോഡി വലുതാക്കി ഇപ്പൊ വീണ്ടും ഫ്രാങ്കിയെ തടഞ്ഞു വെക്കും. ഫ്രാങ്കിയുടെ കൺട്രോൾ നഷ്ടപ്പെടും. ഫ്രാങ്കി ഫുൾ കലിപ്പില് ഇപ്പൊ അവനോട് ദേഷ്യപ്പെടാനും കളിയാക്കാനും തുടങ്ങും. ആക്ച്വലി നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ CP9 ടീമിലെ ഏറ്റവും വീക്കായ ആളാണ് നീ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കും. ഉടനെ അവന് കലി കയറി കൈ ചുരുട്ടി ഫ്രാങ്കിയുടെ മുഖത്ത് ഞെട്ടിക്കും. ചോര തെറിച്ച് ഫ്രാങ്കി അവൻ താഴേക്ക് വീഴും. അടുത്ത സെക്കൻഡ് ഫ്രാങ്കി അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ അയൺ കൈ ഉപയോഗിച്ച് ഇപ്പൊ സിബന്റെ മുഖത്ത് ഞെട്ടിക്കും. അവന്റെ വായിലൂടെയും ചോര പുറത്തേക്ക് വരും. എന്നിട്ട് രണ്ടുപേരും വീണ്ടും വീണ്ടും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്താഞ്ഞെട്ടിക്കും. അങ്ങനെ ഒരുപാട് നേരം ഇടിച്ചിടിച്ച് അവരിപ്പോ ഫ്രാങ്കി അന്വേഷിച്ച് നടന്ന കിച്ചണിലേക്ക് എത്തും. ഫ്രാങ്കി ചുറ്റും നോക്കും. അവന്റെ തൊട്ടു മുൻപിലായി ആ ഫ്രിഡ്ജ് തുറന്ന് കോള എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഫ്രിഡ്ജിന്റെ പുറകു ഭാഗത്ത് നിന്ന് സാക്ഷാൽ ചോപ്പർ അവനിപ്പോ അവിടേക്ക് തെറിച്ചു വന്ന് വീഴും. അവന്റെ പിന്നാലെ ആ മുടിയൻ വില്ലൻ ചോപ്പറിന്റെ അടുത്തേക്ക് വന്ന് അവനെ അറഞ്ചം പൊറഞ്ചം തല്ലും. അവൻ ആ ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കും. വില്ലന്റെ തല അതാ ഫ്രിഡ്ജിൽ കുടുങ്ങിപ്പോവും. ചോപ്പറിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. അവൻ ആ ഫ്രിഡ്ജിന്റെ വാതില് അത് വലിച്ചടച്ച് ആ ഒരു വില്ലനെ അതിൽ ലോക്ക് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഫ്രാങ്കി അവനാണെങ്കിൽ അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഫ്രാങ്കിക്ക് ആവശ്യമായിട്ടുള്ള കോള അതാ ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജ് തുറന്ന ആ വില്ലൻ പുറത്തേക്ക് വരും. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ട് ആലോചിക്കും. ഫ്രാങ്കി ചോപ്പറിനോട് ചോദിക്കും, നീ ഈ സമയത്തും എനിക്ക് 8ന്റെ പണി തരാണോ? എനിക്ക് അത്യാവശ്യമായിട്ട് ആ ഫ്രിഡ്ജിന്റെ ആവശ്യമുണ്ട്, അതെനിക്ക് തുറന്നേ പറ്റൂ. അതിന് ചോപ്പർ പറയും, എന്താ പറയണേ? ഫ്രിഡ്ജ് തുറന്ന ആ വില്ലൻ പുറത്തു വരും. നീയാണ് എല്ലാ കുഴപ്പവും ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ഉസോപ്പിനെ പോലും നീ ഞങ്ങളിൽ നിന്ന് അകറ്റിയില്ലെന്ന് ചോദിച്ച് ഇപ്പൊ ചോപ്പർ കരയാൻ തുടങ്ങും. ഫ്രാങ്കിക്കാണെങ്കിൽ ഇപ്പൊ ഭ്രാന്ത് പിടിക്കും. ഫ്രാങ്കി പറയും, അവനാണ് ഇത്രയും നേരവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ ആവശ്യം അതാണോ? നമുക്ക് എങ്ങനെയെങ്കിലും റോബിനെ അല്ലേ തിരികെ പിടിക്കേണ്ടത്? ആ ഫ്രിഡ്ജില് എനിക്ക് ആവശ്യമായ ഒരു സാധനമുണ്ട്. അത് മറ്റൊന്നുമല്ല, കോള. 3 കോള കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്റെ പവർ ബൂസ്റ്റ് ചെയ്യാൻ കഴിയൂ. നീ എങ്ങനെയെങ്കിലും ആ ഫ്രിഡ്ജ് തുറന്ന് എനിക്കത് എടുത്തു തരണം. അപ്പൊ അതേസമയം ആ സിബ് വില്ലൻ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവന്റെ ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഫ്രാങ്കിയെ അറഞ്ചം പൊറഞ്ചം ഞെട്ടിക്കാനായിട്ട് തുടങ്ങും. ഫ്രാങ്കിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ബുള്ളറ്റ് വെച്ച് അവനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഓൾറെഡി അവന് പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോഴ്സില് ബുള്ളറ്റ് പുറത്തേക്ക് പോവില്ല. ഇവിടെ ചോപ്പറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ പറഞ്ഞതുപോലെ തന്നെ 3 കോള എടുത്തു കൊടുത്ത് അവനെ രക്ഷിക്കാന്ന് പറഞ്ഞ് ചോപ്പറാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഡോർ തുറന്ന് 3 ബോട്ടിൽ കോള എടുത്ത് ഫ്രിഡ്ജിന്റെ ഡോറ് പെട്ടെന്ന് തന്നെ ആഞ്ഞടയ്ക്കും. ആ വില്ലനാണെങ്കിൽ പുറത്തേക്ക് വരാൻ കഴിയില്ല. പിന്നെ ഒന്നും നോക്കില്ല. അവൻ കളക്ട് ചെയ്ത 3 ബോട്ടില് അതിപ്പോ ഫ്രാങ്കിക്ക് ഇട്ടുകൊടുക്കും. അവൻ ആ ബോട്ടിൽ കണ്ട് ഷോക്കാവും. ഫ്രാങ്കി പറയും, ഓ മൈ ഗോഡ്, നീ ഇങ്ങനെ ഒരു മണ്ടനാണോ? ഇത് കോളയല്ല, വെജിറ്റബിൾ ജ്യൂസ് ആണ്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് 3 കോള എടുത്ത് എനിക്ക് താ. അടുത്ത തവണ ചോപ്പർ കറക്റ്റായി 3 കോള എടുത്ത് അങ്ങനെ എറിഞ്ഞു കൊടുക്കും. ക്യാച്ച് ചെയ്യാനായി ഇപ്പൊ ഫ്രാങ്കി ഏട്ടത്ത് ചാടും. ഉടനെ ആ സിപ്പൻ പറയും, നീ ആ കോള വെച്ച് എന്ത് ചെയ്യാൻ പോവാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാരണവശാലും നിനക്കത് കിട്ടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ടെമ്പസ്റ്റിക് പവർ വെച്ച് ഞെട്ടിക്കും. അടികൊണ്ട് ഫ്രാങ്കി അവൻ നിലത്തടിച്ചു വീഴും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഫ്രാങ്കി ഓൾറെഡി എയറിൽ വെച്ച് തന്നെ ആ 3 ബോട്ടിൽ കോളയും അവന്റെ വയറ്റില് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഫ്രാങ്കിയുടെ കണ്ണില് ഇപ്പൊ പുതിയ പവറിന്റെ ഫയർ അങ്ങനെ കത്താൻ തുടങ്ങും. അവൻ സ്ലോ മോഷനില് ആ സിബ് വില്ലന്റെ അടുത്തേക്ക് വരും. ഫ്രാങ്കി ആ കോളയുടെ ഫുൾ പവർ എടുത്ത് 2 കൈയും ചുരുട്ടി ഒരൊറ്റ അടി. ആ ഒരു ഇടിയില് 3 ചുവരുകൾ തകർത്ത് നമ്മുടെ സിബൻ അവൻ തെറിച്ച് ദൂരേക്ക് പോകും. ഇതാണ് എന്റെ സ്റ്റൈലൻ അടി എന്ന് പറഞ്ഞ് ഫ്രാങ്കി മാസായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.